എന്നാലും ഡിസ്മിസലൊന്നും കൊടുക്കണ്ടായിരുന്നു. അതെ, അവൻ ഈ കഴിഞ്ഞ തവണ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്ത പല പേഷ്യൻസും സർജറി തരുമ്പോൾ എണീറ്റ് പോലും. ഇതൊക്കെ വലിയ എത്തിക്കൽ വയലേഷനാണ് സുജ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടാണോ നീ അറിയാൻ? അല്ല, നമ്മൾ ഈ കണ്ട ജംഗിളുടെ കാര്യം സംസാരിച്ചിരിക്കാനാണ് ഇവിടെ വന്ന്. ഉമിനീരൊന്ന് ഇറക്കിക്കേ. വേദന ഉണ്ടോ? കുറച്ച്. So this is a case of solitary nodule thyroid. അടുത്ത OTയുടെ തന്നെ സർജറി പോസ്റ്റ് ചെയ്യാം. പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇംഗ്ലീഷിൽ തർപ്പിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു സർജറിയാണ്. അലക്സേ, യു ഷുഡ് അസിസ്റ്റ് ദിസ്. പിന്നെ ഒരാളെ കൂടെ വിളിച്ചോ. സേവി വിളിക്കാം സർ. ഇവരെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തേക്കൂ. ശരി ഡോക്ടർ. ഞങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ട നിമിഷം എന്റെയും കൃഷ്ണദാസിന്റെയും ജീവിതങ്ങൾ തമ്മിൽ എന്നേക്കുമായി കെട്ടുപിണങ്ങ ഡെസ്റ്റിനി പോയിന്റ്. ഞാനോ ഇവനോ അപ്പോൾ അത് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. എന്താണോ ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. ടെൻഷനൊക്കെ ഇപ്പൊ മാറ്റിത്തരാം. സ്റ്റീഫ, രാജേന്ദ്ര, ഇങ്ങ് വന്നടാ. രാജാ, നമ്മുടെ ഈ കൃഷ്ണദാസ് ഒരു ഉഗ്രൻ ഗായകനാണ് കേട്ടോ. അത് കൊള്ളാലോ. കൃഷ്ണദാസ് ഒരു പാട്ട് പാടിക്ക്, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. നല്ലൊരു പാട്ട് പാടിയാ നിനക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവും. പാടടോ. പലതിൻ്റെയും അവസാനമായിരുന്നു ആ രാത്രി. കൃഷ്ണദാസ് എന്ന അനുഗ്രഹീത ഗായകന്റെ ശബ്ദം ലോകം അവസാനമായി കേട്ട രാത്രി. സുജയെ ഞാൻ അവസാനമായി കണ്ട രാത്രി. അപ്പൊ ഡോക്ടർ സാറേ, നാളെ മുതൽ ഞാൻ ഒരു മാസത്തേക്ക് ലീവാണേ. സ്റ്റഡി ലീവും കസിന്റെ കല്യാണമൊക്കെ ആയിട്ട് ഞാൻ ചെറുതായിട്ട് തിരക്കായിരിക്കും. വീട്ടിലേക്ക് വിളിക്കാലോ. എന്റെ പൊന്നു നസ്രാണി ബോയ് ഫ്രണ്ട് അവിവേകം ഒന്നും കാണിക്കരുത്. ഇപ്പൊ ആരും അറിയണ്ട. ഞാൻ MBBS കഴിഞ്ഞോട്ടെ. എന്തായാലും ഇയാളുടെ പിറന്നാൾ വരാൻ പോലെ അടുത്ത ആഴ്ച. അപ്പൊ ഞാൻ ചാടാൻ നോക്കാം. ഭക്ഷണം കഴിച്ചോ? ഇരിക്കട്ടെ. സന്തോഷമായി മക്കളെ. ഫസ്റ്റ് ടേബിൾ കൃഷ്ണദാസ്, തൈറോയിഡ് കേസ്. സെക്കൻഡ് ടേബിൾ ജോൺസൺ, ഇറ്റ്സ് എ കേസ് ഓഫ് ഹെർണിയ. ആൻഡ് ദ തേർഡ് ടേബിൾ ഇസ് യെസ് മേ കം ഇൻ. കം ഇൻ. സാർ, ഞാൻ മെഡിസിൻ PG ആണ്. ഒരു PP ഉണ്ടായിരുന്നു. എന്തു പറ്റി? എൻ്റെ നാട്ടുകാരനാ സാർ. എരുമപ്പാലാന്ന് വിചാരിച്ചു കുറച്ച് റബ്ബർ പാൽ കുടിച്ചു. അവിടെ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ എനിമ എടുത്തു, പക്ഷേ രക്ഷയില്ല. ഓരോന്നെടുത്ത് കുടിക്കുമ്പോൾ നോക്കി കുടിക്കണ്ടേടോ. ഇനിയിപ്പോൾ ഡിജിറ്റൽ ഇവാക്വേഷൻ വേണമല്ലോ. അല്ല, ഇതിപ്പോൾ ആരാ ചെയ്യാ? ഇപ്പോ വാർഡിൽ സേവ് ഉണ്ട് സാറേ, ഞാൻ കണ്ടിരുന്നു. താൻ ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞൊന്ന് പറ. എടാ സേവി, പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ട്. എന്താടാ? മലബന്ധം ബാധിച്ച ഒരു രോഗിയുടെ ഡിജിറ്റൽ ഇവാക്വേഷൻ ചെയ്യണം. നിന്റെ ഒക്കെ ഒരു അവസ്ഥ. വന്നേ, അലക്സാണ്ടർ പറഞ്ഞിട്ടാണ് സാർ നിന്നെ കൊണ്ടൊക്കെ ചെയ്യിക്കണം. അവൻ MBBS ബ്ലോക്കിലേക്ക് കയറി പോയിട്ടുണ്ട്. എന്തിനാണെന്നറിയാലോ? വലിയ സർജറി നോക്കി അവൻ പിടിക്കും. നമുക്ക് വൈറ്റ് ചെയ്യുന്ന ബോധത്തിന്റെ കുണ്ടിയിൽ കൈയിട്ട് തീട്ടം തോണ്ടണ പണി. തിരിഞ്ഞടക്ക്. ഈ കാല് പൊക്ക്. ഈ കാല്. എടോ, ഈ കാല് പൊക്കാൻ. എടോ, എരുമപ്പാല് റബ്ബർ പാല് തിരിച്ചറിഞ്ഞൂടോ എനിക്ക്. ചത്തുടും.
ഡോക്ടർജിക്ക് ടെൻഷൻ ഉണ്ടോ? പിന്നെ ഇല്ലാതെ. കൈ ഒന്ന് വിറച്ചാൽ തീർന്നു. നെർവിഞ്ചിലും എല്ലാം വന്നാൽ ശബ്ദം പോവും. പിന്നെ പാടാൻ പോയിട്ട് സംസാരിക്കാൻ പോലും കഴിയാതെ വരും. ചെറിയ ടെൻഷനുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കായിരിക്കും. ആ സേവി, എന്തെങ്കിലും പറ്റിയ ഫുൾ റെസ്പോൺസിബിലിറ്റി നിനക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് എനി കോംപ്ലിക്കേഷൻ ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദി സർജറി ദ ഫസ്റ്റ് അസിസ്റ്റന്റ് വിൽ ബി റെസ്പോൺസിബിൾ. അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. ബാക്കി എല്ലാവരും കൈ എഴുതും. ശരി, ഹരേ, പെട്ടെന്നായിക്കോട്ടെ. സിസ്റ്റർ, അലക്സേ, സക്ഷൻ. ഓക്കെ സാർ. Alexei, that will do. BP? 130/80. He is stable now. Good. ഡോക്ടർ, Yes? OT1 ഹെർണിയ പേഷ്യന്റ് കൊളാപ്സ് ആയി. Oh my God. Alexei, you need to take over. ഓക്കെ സാർ. Finish the case. You must be careful about the recurrent laryngeal nerve. Let's go. ഷുവർ സാർ. സേവി, സിസേഴ്സ്. കട്ടിട്ടായി. ആ നിമിഷം എനിക്കറിയാമായിരുന്നു കൃഷ്ണദാസ് എന്ന ഗായകൻ മരിച്ചു. അയാളുടെ ശബ്ദം എന്നേക്കുമായി നിലച്ചു വന്നു. എന്നോടുള്ള പ്രൊഫഷണൽ ജലസി ഒരു സാധുവിന്റെ ജീവിതം തകർത്തു. കൃഷ്ണദാസ് ദരിദ്രനായതുകൊണ്ടും സംഘബലം കുറവായതുകൊണ്ടും അവന്റെ പ്രതിഷേധം അധികകാലം നീണ്ടു നിന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജും അന്നത്തെ കാലവുമായതുകൊണ്ടും ഒരു സർജറിയും ഒരിക്കലും 100% വിജയം ഗ്യാരണ്ടി ചെയ്യാത്തതുകൊണ്ടും അത് പതിയെ ഒതുങ്ങിപ്പോയി. ഇനി നീ ജീവനുള്ള ശരീരത്തിൽ കത്തിവെച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ I will thrash you, leave the campus and never come back. I am suspending you from the college with immediate effect. You are suspended from the college for a month. Okay. നീ എന്നെ കൊച്ചു പിള്ളേരെ പോലെ. എടാ അലക്സേ, നീ എന്ത് ചെയ്തിട്ടാണ് അലക്സേ? ഞങ്ങളൊക്കെ ഇല്ലടാ. നാനേ പണിത്തരണ്ട. സേവി, നിന്നെ മാത്രം അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റില്ലടാ. ഈ സർജറിയുടെ ഫസ്റ്റ് അസിസ്റ്റന്റ് ആരാ? ആ തെണ്ടി. എടാ, നിന്നെ പുറത്താക്കിയ അതിന്റെ അർത്ഥം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു, നടക്കല്ല. എടാ, ഈ പ്രശ്നം നമ്മൾ ആളി കത്തിക്കും. അല്ലേലും അവൻ പറഞ്ഞിട്ടല്ലടാ നീ നെർവ് കെട്ടിയത്, അല്ലേ? சொல்றது கேளுடா. നീ എൻ്റെ ചാച്ചനെ വിളിച്ചു പറ ഒരു കയ്യബദ്ധം പറ്റിയെന്ന്. ഞാൻ എൻ്റെ പപ്പയും വിളിച്ചു പറയാം. டேய் மாப்ள, அவனுக்கு ஏதாவது செய்யணும்டா. அவனுக்கு ஏதாவது பலமா கொடுத்துட்டு தான் நான் ஊருக்கு கிளம்ப போறேன்.
എൻ്റെ കൂടെ വരുന്നവർക്ക് വരാം. രാഘവട്ടാ, എന്നാലും സ്റ്റഡി ലീവും കസിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പോയ ആളെന്താ പോലും പെട്ടെന്ന്. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും കൊച്ചിന്റെ കയ്യിൽ കാര്യമായിട്ട് കവർ ഞാൻ കണ്ടു. ഓ, സർപ്രൈസ് ബർത്ത്ഡേ വിസിറ്റ്. ബർത്ത്ഡേ ആണോ? എന്നാ ഞാൻ പോയിട്ടുണ്ടെന്നാ ചേച്ചി. എന്നാ ഡോക്ടർ ചെല്ല്. ഇതിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ ഡോക്ടറെ. പോയിട്ടോ. സുജ, 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 എടോ.